എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഒരു ഫ്രീസ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആയിരിക്കുകയാണ്. അവൻ്റെ അൾട്ടിമേറ്റ് പവറും ആ ഒരു രൂപമൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് ഭയം തോന്നും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ ആ കുഞ്ഞിപ്പയ്യനെ അവനെ തകർത്തില്ലാതാക്കുകയാണ്. കാരണം അവനിലൂടെയാണ് എല്ലാവരും ബാക്ക് ടു നോർമൽ ആവുന്നത് എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഞൊട്ടിയടയിൽ അവൻ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. അടുത്തതായിട്ട് അവനാണെങ്കിൽ ഇപ്പോൾ ഗൊഹാന് നേരെ എയിം ചെയ്യുകയാണ്. ഗോഹാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ പവർ ചീറി പാഞ്ഞു വരും. അത് കണ്ട വെജീറ്റ സെക്കൻഡുകൾക്കുള്ളിൽ ഗോഹാനെ തട്ടിമാറ്റി അങ്ങനെ സേവ് ചെയ്യാണ്. ആ ഒരു പവർ ദൂരത്തേക്ക് പോയി പൊട്ടി അങ്ങനെ തെറിക്കും. എല്ലാവരും ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കും. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അത്രയും വലിയൊരു അറ്റാക്കിൽ നിന്ന് തലനാരഴക്കാണ് ഇപ്പോൾ നമ്മുടെ ചക്കൻ അവൻ രക്ഷപ്പെട്ടത്. ഗോഹാനാണെങ്കിൽ ഇപ്പോൾ വെജിറ്റയോട് താങ്ക്സ് പറയും. അവനാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ ഒന്നുമല്ല ഞാനത് ചെയ്തത്. എൻ്റെ വിജയം മറ്റുള്ളവർ കാണണം, അതിനുവേണ്ടി മാത്രമാണ് ഇത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് നടന്നു പോവും. ഞാൻ ഇവനെ തോൽപ്പിക്കാൻ പോവാണ്. പിക്കലോ ആണെങ്കിൽ വെജിറ്റയോട് ചോദിക്കും, നിനക്ക് എന്തു പറ്റി? വട്ടുണ്ടോ? അവന് നല്ല പവറാണ്, അവനുമായിട്ട് ഏറ്റുമുട്ടി നിനക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ല. അതിന് വെജീറ്റ ആണെങ്കിൽ അടിച്ചു പറയും, എൻ്റെ പവർ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ വെറും വെജീറ്റ അല്ല, ചിന്ന സയാനല്ല, മറിച്ച് സൂപ്പർ സയാനാണ്. വീണ്ടും ഞാൻ എൻ്റെ പവർ കൂട്ടി ഇപ്പോൾ സൂപ്പർ സയാനായി മാറിയിരിക്കുകയാണ്. അത് കേട്ട് ഫ്രീസയാണെങ്കിൽ മുഖം പൊത്തിച്ചിരിക്കും. സൂപ്പർ സയാനോ? അത് വെറും ഒരു മിത്താണ്. നീ അല്ലാതെ മറ്റാരും അതിലൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അവൻ കളിയാക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം വെജീറ്റ അവനാണെങ്കിൽ അൺലിമിറ്റഡ് പവർ അവൻ്റെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. പവർ അങ്ങനെ പുറത്ത് വരെ നമ്മുടെ ആൾക്കാരുടെ പ്രതീക്ഷ കൂടും. അവർക്ക് എല്ലാവരുടെയും ഉള്ളിൻ്റെ വെജീറ്റയെ തോൽപ്പിക്കാൻ കഴിയുന്നുള്ളൊരു ഹോപ്പ് വരികയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ വെജീറ്റയുടെ പവർ കൂടുന്നത് കണ്ട് ഷോക്കാവും. വെജീറ്റയുടെ പവർ ആണെങ്കിൽ ബ്ലാസ്റ്റ് ആയിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവും. അത് കണ്ട് മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, നമ്മൾ ഇവിടെ നിന്നാ നമ്മൾ ഈ പവറിൽ പെട്ടുപോകും, നമുക്ക് എവിടേക്കെങ്കിലും മാറാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും മുകളിലേക്ക് വരികയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. വെജീറ്റ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൻ്റെ പവർ ഇപ്പോൾ ഒത്തിരി കൂടുതലാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ അവനൊരു സൂപ്പർ സയനായി തീർന്നോ? അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ ആകാംക്ഷയോട് കൂടെ പറയും, ആക്ച്വലി അവൻ ഓരോ തവണ മരണത്തോട് മല്ലടിച്ച് തിരികെ വരുമ്പോഴും അവൻ്റെ പവർ അത് ഇരട്ടിയാവും. അതുകൊണ്ടാണ് ഞാൻ അവനെ അറ്റാക്ക് ചെയ്തതും ആ കുഞ്ഞിപ്പയ്യൻ ഹെയിൽ ചെയ്തപ്പോൾ അവന് ഇരട്ടി പവർ കിട്ടിയതും. അത് കേട്ട് പിക്കലോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ, നിങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലേ. ഇവിടെ വെജീറ്റയുടെ പവറിൽ ചുറ്റുമുണ്ടായിരുന്ന പ്രദേശം എല്ലാം തന്നെ ഇടാനായിട്ട് തുടങ്ങും. പക്ഷെ അപ്പോഴും ഫ്രീസയ്ക്ക് അവന് മാത്രം യാതൊരു കുലുക്കവുമില്ല. അവനങ്ങനെ സ്ട്രോങ് ആയി ടെററായിട്ട് നിൽക്കും. ഒരുപാട് സമയം ആ ഒരു പവർ റിലീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ആൾക്കാരാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കും. ഇപ്പോൾ അവിടെ മുഴുവൻ ശാന്തമായിരിക്കുകയാണ്. എന്തുപറ്റി? അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അതിനുശേഷം ഫ്രീസയുടെ പവർ, അതിനുശേഷം വെജീറ്റയുടെ പവർ അതവർ ചെക്ക് ചെയ്യും. വെജീറ്റയുടെ പവർ അതിപ്പോൾ ഒരുപാട് കൂടിയിരിക്കുകയാണ്. ശരിക്കും അവനെ കാണുമ്പോൾ ഒരു മോൺസ്റ്ററിനെ പോലെ തോന്നുന്നുണ്ടെന്ന് പറയും. ഇവിടെ ഫ്രീസയാണെങ്കിൽ വെജീറ്റയോട് പറയും, നിന്റെ ഇങ്ങനത്തെ ലോക്കൽ പവറൊന്നും കണ്ട് ഞാൻ ഭയപ്പെടാനായിട്ട് പോകുന്നില്ല. അത് കേട്ട് വെജീറ്റ അവൻ ചിരിക്കും. എൻ്റെ ശരിക്കുള്ള പവർ അത് ഞാൻ പുറത്തെടുത്തിട്ടില്ല. നിന്റെ കയ്യിലുള്ള ആ ഡിവൈസ് അത് നഷ്ടപ്പെട്ടു പോയി. അതല്ലായിരുന്നുവെങ്കിൽ എൻ്റെ പവർ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. കുഴപ്പമില്ല, ഞാൻ എൻ്റെ പവർ അത് വീണ്ടും റിലീസ് ചെയ്യാം. സോ എൻ്റെ മൊത്തം പവർ കാണുമ്പോൾ നീ നിന്റെ ജീവന് വേണ്ടി എന്നോട് കെഞ്ചെന്ന് പറഞ്ഞ് അവൻ്റെ പവർ കാണിക്കാൻ റെഡിയാവും. ലീസയ്ക്കാണെങ്കിൽ അവൻ്റെ ചിരി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിന്റെ സൂപ്പർ സയൻ പവർ എനിക്കൊന്ന് കാണണം. അതൊരു മിത്തല്ല എന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്ക്. വെജീറ്റ ആണെങ്കിൽ അതിനൊക്കെ പറഞ്ഞ് അവൻ്റെ പവർ ഉപയോഗിച്ച് ഇപ്പോൾ ഫ്രീസയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. നമ്മുടെ ആൾക്കാരെല്ലാവരും ഫ്രീസയുടെയും വെജീറ്റയുടെയും ഇട്ട് നോക്കി നിൽക്കും. ഫൈറ്റ് ഒരു ഘട്ടം എത്തുമ്പോൾ പിക്കലോയ്ക്ക് കാര്യം മനസ്സിലാവും. ഓ നോ, അവൻ വീണ്ടും എടുത്തു ചാടി. ഫ്രീസ അവൻ കരുതിയതുപോലെയല്ല. വെജീറ്റ ആണെങ്കിൽ നിർത്താതെ ഫൈറ്റ് ചെയ്യും. അതിനിടയിൽ ഇപ്പോൾ ഫ്രീസ ഇൻവിസിബിൾ ആവുകയാണ്. ഓ നോ, അവനവിടെ പോയി? ഇത്രയും നേരവും അവനിവിടെ ഉണ്ടായിരുന്നല്ലോ. നോ, ഞാനൊരു സൂപ്പർ സയാനല്ലേ, എങ്ങനെ എൻ്റെ കണ്ണ് വെട്ടിച്ച് അവൻ ഇവിടുന്ന് കടന്നുപോയി? എൻ്റെ കണക്കൂട്ടലുകൾ അതെങ്ങനെ പഴച്ചു? എനിക്ക് ശരിക്കും പവർ കിട്ടിയിട്ടില്ലേ? എന്താ നടക്കണേ? എൻ്റെ കണ്ണുകളെ കബളിപ്പിക്കാൻ അവനെ കൊണ്ട് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ച് അവൻ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് നിൽക്കുന്ന ഫ്രീസയെ കാണുക. എന്തുപറ്റി? നീ എന്നെയാണോ അന്വേഷിക്കുന്നത്? നിന്റെ സൂപ്പർ സയാൻ പവർ അത് എനിക്ക് കാണാൻ കഴിയുന്നില്ല. നീ ശരിക്കും സൂപ്പർ സയാൻ ആയില്ലേ? സൂപ്പർ സയാനെ കൊണ്ട് വെറും എന്നെപ്പോലെ ഒരാളുടെ നീക്കം പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കഷ്ടം. ജീറ്റ, എനിക്ക് നിന്റെ കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനുള്ള പവർ മാത്രം നിന്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി. സാരമില്ല, നിന്റെ വിൽ പവറൊക്കെ അടിപൊളിയാണ്. നിനക്കുള്ള ഗിഫ്റ്റ് തരാൻ ഞാൻ റെഡിയാണെന്ന് പറയും. ഇവിടെ നമ്മുടെ ആൾക്കാർക്കും ഭയം കൂടി വരും. ഓ നോ, ഫ്രീസയ്ക്ക് അത്രയും പവർ ഉണ്ടായിരുന്നിട്ട് പോലും, ജീറ്റയ്ക്ക് അവൻ അത്രയും പവർ ഉണ്ടായിരുന്നിട്ട് പോലും
ഫ്രീസയെ അവനെ കൊണ്ട് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനോ അറ്റാക്ക് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. സോ അതിനർത്ഥം വെജിറ്റയെ കഴിഞ്ഞും ഒരുപാട് പവർ ഫ്രീസയ്ക്ക് കൂടുതലാണെന്ന് തന്നെയാണ്. വെജിറ്റയെ കൊണ്ട് ഫ്രീസയെ തോൽപ്പിക്കാൻ പറ്റില്ല. വെജിറ്റയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓ നോ, ഇതെങ്ങനെ സംഭവിച്ചു? പൂർവികർ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ കള്ളമായി മാറുന്നു? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സൂപ്പർ സയാനെ കഴിഞ്ഞും കൂടുതലാണോ ഈ ഫ്രീസയ്ക്ക്? ഞാൻ ഒരിക്കലും ഇത് അംഗീകരിച്ച് കൊടുക്കില്ല. ന്മാര് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും അവന്റെ പവർ റിലീസ് ചെയ്യാൻ തുടങ്ങും. എന്നെ തോൽപ്പിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നിർത്താതെ അവന്റെ പവർ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഫ്രീസ ആണെങ്കിൽ ശരിക്കും ഒരു മന്ദബുദ്ധി തന്നെയാണെന്ന് പറഞ്ഞ് അവന്റെ അറ്റാക്കിലൊന്നും പെടാതെ ഓരോ ഭാഗത്തേക്ക് തെന്നി മാറി അവിടുന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഫ്രീസയും വെജിറ്റയും അവരാണെങ്കിൽ വീണ്ടും വീണ്ടും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഭയത്തിൽ ദൂരേക്ക് മാറും. വെജിറ്റ ആണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് പറന്നുയരും. ഫ്രീസ, ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. സൂപ്പർ സയാന്റെ പവർ അതെന്താണെന്ന് നീ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് വലിയൊരു ലൂപ്പ് പവർ ഇപ്പൊ അവൻ നേർക്ക് അയക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കണ്ണിമ ചുമ്മാതെ അതിലേക്ക് തന്നെ നോക്കും. പിക്കലോ ആണെങ്കിൽ അത് കണ്ട് ഇപ്പോ വെജിറ്റയോട് വിളിച്ചു പറയും, വെജിറ്റ ദയവ് ചെയ്ത് നീ ആ പവർ ഉപയോഗിക്കാൻ പാടില്ല. അത്രയും വലിയ പവർ ഉപയോഗിച്ച അത് ഈ നാമഗ്രഹം തന്നെ നശിപ്പിച്ചു കളയും. പക്ഷെ വെജിറ്റ അവനാണെങ്കിൽ വിട്ടുകൊടുക്കാനോ പിന്മാറാനോ തയ്യാറാവാതെ ആ വലിയ പവർ ഫ്രീസയ്ക്ക് നേരെ ഉപയോഗിക്കുകയാണ്. പക്ഷെ ഫ്രീസ ആണെങ്കിൽ അപ്പോഴും യാതൊരു കുലുക്കവും ഇല്ലാതെ ആ ഒരു പവർ അങ്ങനെ തട്ടിത്തെറിപ്പിക്കും. ഞൊട്ടിയിടയിൽ അത്രയും മാസി പവർ ഇപ്പൊ തിരികെ വെജിറ്റയുടെ അടുത്തേക്ക് വരികയാണ്. വെജിറ്റ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അതിൽ തെന്നിമാറും. ആ ഒരു പവർ അതങ്ങനെ മുകളിലേക്ക് പോയി വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ച് നാമഗ്രഹത്തിനെ മുഴുവനായിട്ട് വിഴുങ്ങി നാമഗ്രഹത്തിനെ അങ്ങനെ കിടുക്കി വിറപ്പിക്കുകയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ അതിശയം അടക്കാൻ കഴിയുന്നില്ല. വെജിറ്റയുടെ ആ ഒരു പവറിന് നാമഗ്രഹത്തിനെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള പവർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പവറിനെ പോലും ഫ്രീസ ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്തു. ഒട്ടപ്പനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇവിടെ ഗോഹാനാണെങ്കിൽ ഭയത്തിൽ അങ്ങനെ കണ്ണു തള്ളി നിൽക്കുകയാണ്. വെജിറ്റയുടെ അൾട്ടിമേറ്റ് പവറാണ് അത് ഉപയോഗിച്ചത്. പക്ഷെ ആ ഒരു പവറിന് പോലും ഫ്രീസയെ ഒന്നും ചെയ്യാനായില്ല. സോ ഇനി വെജിറ്റയെ കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫ്രീസയാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഇതിന്റെ അൾട്ടിമേറ്റ് പവർ എനിക്കെതിരെ ഉപയോഗിച്ചില്ലേ, ഇനി ഞാൻ എൻ്റെ പവർ അത് ഉപയോഗിക്കാനായിട്ട് പോവാണ്. അത് ഫേസ് ചെയ്യാനായിട്ട് നീ ഇപ്പൊ തന്നെ തയ്യാറാവണം. അപ്പോൾ ഫ്രീസയുടെ കണ്ണുകൾ അതങ്ങനെ കൊണ്ട് വിറയ്ക്കാനായിട്ട് തുടങ്ങും. കിങ് കായ് ആണെങ്കിൽ ഇപ്പൊ ഫ്രീസയുടെ മാനസികാവസ്ഥ പറയും, ഇത്രയും കാലവും ആരെയും പേടിയില്ലാതിരുന്ന അതിനെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന വെജിറ്റ എന്ന സയാൻ അവനിപ്പോൾ ഭയപ്പെടുകയാണ്. അവന്റെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കണ്ണുനീര് അത് ശരിക്കും എന്റെ നിസ്സഹായതയാണ് സൂചിപ്പിക്കുന്നത്. ഈ പോരാട്ടം അത് ഇവിടെ അവസാനിക്കും. ഫ്രീസ അവൻ വെജിറ്റയെ തോൽപ്പിക്കുമെന്ന് പറയും. അടുത്ത നിമിഷം ഫ്രീസയാണെങ്കിൽ പറന്നു വന്ന് വെജിറ്റയെ ഞെട്ടിക്കുകയാണ്. ആ ഇടി താങ്ങാൻ കഴിയാതെ വെജിറ്റയാണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്ന് ആ നദിയിലേക്ക് വീഴുകയാണ്. പക്ഷെ അപ്പോഴും ഫ്രീസയ്ക്കാണെങ്കിൽ അവൻ്റെ കലി അടങ്ങില്ല. ഇവിടെ ഗോഹാനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കും. പിക്കലോ ആണെങ്കിൽ അവനെ പിടിച്ചു വെക്കും. നമ്മളിപ്പോൾ അവിടേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല, നമ്മളെ കൊണ്ട് അവനെ തടയാൻ കഴിയില്ല. ഇവിടെ ഫ്രീസയ്ക്കാണെങ്കിൽ കലി അടങ്ങാതെ അവൻ ആ നദിയിലെ വെള്ളം മുഴുവൻ മുകളിലേക്ക് ഉയർത്തും. അതിനുശേഷം നദിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന വെജിറ്റയുടെ മുടി അതങ്ങനെ പിടിച്ചു വലിക്കുകയാണ്. എൻ്റെ പ്രധാന ടെക്നിക്ക് അത് ഞാൻ ഇപ്പോഴും നിന്നെ കാണിച്ചിട്ടില്ല, അതും കൂടെ എനിക്ക് നിനക്ക് കാണിച്ചു തരണം. നീ ശരിക്കും ഒരു ശക്തനായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടേനെന്ന് പറഞ്ഞ് ഇപ്പോൾ അവൻ്റെ പുറകിൽ ഞാൻ ഞെട്ടിക്കുകയാണ്. അതിനുശേഷം അവനെ മുകളിലേക്ക് തട്ടിയെടുത്ത് അങ്ങനെ തല്ലി തല്ലി കൊന്ന് ഈസി ആണെങ്കിൽ ടേൺ ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കും. അതിനുശേഷം അവരുടെ മുൻപിലേക്ക് ഇപ്പൊ വെജിറ്റയെ വലിച്ചെറിയാണ്. കിട്ടിയ വെജിറ്റ ആണെങ്കിൽ അവരുടെ മുൻപിലേക്ക് അങ്ങനെ തെറിച്ചു വന്ന് വീഴും. ആൾക്കാർ ഭയന്ന് നിൽക്കുന്ന അതേ സമയം തന്നെ അവനാണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പൊ വെജിറ്റയുടെ കഴുത്തിൽ അവന്റെ വാല് വെച്ച് മുറുക്കുകയാണ്. അതിനുശേഷം ഉയർത്തിയെടുക്കും. നമ്മുടെ ആൾക്കാർക്ക് ഭയത്തോടു കൂടെ അത് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല. ഫ്രീസ ആണെങ്കിൽ അവന്റെ ദേഹത്ത് ഞാൻ ഞെട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവനെ രക്ഷിക്കാനായിട്ട് മുൻപോട്ടേക്ക് കടന്നു വരാം, അവർക്കും ഇതേ ഗതി തന്നെ ആയിരിക്കും എന്ന് പറയും. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പൊ ഭയമാണ്. അവർക്ക് ഫ്രീസയുടെ ശക്തി അത് മനസ്സിലായി കഴിഞ്ഞു. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ഇപ്പോ വെജിറ്റയുടെ പവർ കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കും. എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ആ ഫ്രീസ അവൻ ഇത്രയും ശക്തനായിരുന്നോ? വെജിറ്റയ്ക്ക് അവൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ്റെ പവർ മുഴുവനായിട്ടും കുറഞ്ഞു പോയിരിക്കുകയാണെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഗോക്കുവിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് അത് കംപ്ലീറ്റ് ആവുകയാണ്. അവനാണെങ്കിൽ ആ മാസ്ക് ഒരു ഞൊട്ടിയിടയിൽ ആ ഒരു ക്യാബിൻ തകർത്ത് പുറത്തേക്ക് വരും. ഗോക്കു ആണെങ്കിൽ ഹായ് ആയിട്ട് പുറത്തേക്ക് വന്ന് വാവ്, ഇപ്പോൾ എനിക്ക് ശരിക്കും നല്ലൊരു റിലാക്സേഷൻ തോന്നുന്നുണ്ട്. എൻ്റെ ബോഡിക്ക് പഴയതിലും കൂടുതൽ ശക്തി കിട്ടിയതുപോലെ